നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകാത്തതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. ജില്ലാ നേതാക്കളെ വിളിച്ചുവരുത്തി വിശദീകരണം തേടുമെന്ന് സൂചന. ജില്ലയിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്കും സാധ്യത. സാമുദായിക സമവാക്യങ്ങൾക്ക് പ്രാധാന്യം നൽകി തൃശൂരിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ വീതം വയ്ക്കും. അഡ്വക്കേറ്റ് സുബി ബാബു, ഷീന ചന്ദ്രൻ, ശ്യാമള മുരളീധരൻ, വത്സല ബാബുരാജ് എന്നിവർ പരിഗണനയിൽ. ഭരണവിരുദ്ധ വികാരമില്ലെന്ന LDFന്റെ പ്രസ്താവനയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്നും ചെന്നിത്തല. കടങ്ങോട് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 5 ഫാമുകളിൽ നിന്നായി 300ഓളം പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സംവിധായകനും മുൻ MLAയുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകും. ജൂറിയുടെ വിശദാംശങ്ങൾ, ഹോട്ടൽ ബുക്കിംഗ് വിവരങ്ങൾ എന്നിവ ആവശ്യപ്പെടും. തൃശൂർ MG റോഡ് വികസനത്തിന് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പാർട്ടി പിന്തുണ ലഭിച്ചില്ലെന്ന് മേയർ MK വർഗീസിന്റെ കുറ്റസമ്മതം. MG റോഡ് വികസനമെന്ന സ്വപ്നം ബാക്കിവെച്ച് ദുഃഖത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും മേയർ. ചായപ്പൻകുഴിയിൽ കാട്ടാനാക്രമണത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിച്ചവരുടെ പേരിൽ വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 25 ആളുകളുടെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കേസ്. വെങ്കടങ്ങ് തൊയക്കാവ് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. തൊയക്കാവ് മഞ്ചറമ്പത്ത് സുജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. കുചേല ദിനത്തിൽ മഞ്ജുളാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സമർപ്പണം. 6 അടി ഉയരത്തിൽ കരിങ്കല്ല് മാതൃകയിൽ നിർമ്മിച്ച കുചേല പ്രതിമയുടെ സമർപ്പണം ദേവസ്വം ചെയർമാൻ നിർവഹിക്കും. 4ാം വട്ടവും വിജയം കൈപ്പിടിയിലാക്കി PM ജോണി. കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ചേരമാൻ പറമ്പ് വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി VM ജോണിക്ക് ഇത് 4ാം വിജയം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖലാ ഓഫീസ് തെക്കേ നടയിലെ ചന്ദ്രിക കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാർലിക്കാട് നൈമിഷാരണത്തിൽ വെള്ളിയാഴ്ച ആരംഭിക്കുന്ന 24ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിലേക്കുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം ഗുരുവായൂരിൽ നിന്നും എത്തി. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അലങ്കരിച്ച രഥത്തിൽ പുറപ്പെട്ട ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ക്ഷേത്രം സ്ഥിരം ട്രസ്റ്റി മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം തെളിയിച്ചു. ഗുരുവായൂർ അയ്യപ്പ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ നടന്ന ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. സത്യമുദ്രാ സമർപ്പണം, ഗുരുവായൂർ ജയപ്രകാശിന്റെ കേളി, ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായിരുന്നു. ചാമക്കാല നഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷിക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 21 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ മത, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തൃശൂർ മാജിക് FC ഫൈനലിൽ കടന്നു. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന സെമി ഫൈനലിൽ മലപ്പുറം FCയെ 3-1 മറികടന്നാണ് തൃശൂർ ടീം കലാശപ്പോരിന് യോഗ്യത നേടിയത്. മണ്ഡലകാല ആചാരവിശേഷമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്കുലിയാങ്കം കൂത്തു തുടങ്ങി. ശ്രീലകത്ത് നിന്ന് നൽകിയ അഗ്നി കൂത്തമ്പലത്തിലെ മണ്ഡപദീപത്തിൽ പകർന്നതോടെയാണ് കൂത്ത് ആരംഭിച്ചത്. നാളെ മുതൽ കേരള വിഷന്റെ സെറ്റ് ടോപ്പ് ബോക്സിൽ ചാനൽ നമ്പറുകളിൽ മാറ്റം. LCN 1-ൽ TCV ചാനലും LCN 3-ൽ കേരള വിഷൻ സാറ്റലൈറ്റ് ചാനലുമായിരിക്കും ലഭ്യമാവുക. യുവ ചാനൽ LCN 35-ലും ലഭിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പാട്ടിനെതിരെ DGPക്ക് പരാതി. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതിക്കാരൻ. മതിലകത്ത് യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. ശ്രീനാരായണപുരം ആല ഗോതുരുത്തിലെ CPI ബ്രാഞ്ച് സെക്രട്ടറി മാന്തുരുത്തി മുഹമ്മദ് റാഫിയുടെ ഭാര്യ ഹസീനയാണ് മരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് വിരുന്നിൽ അതിഥിയായി നടി ഭാവന. തലസ്ഥാനത്ത് നടന്ന വിരുന്നിലാണ് നടി പങ്കെടുത്തത്. ചിറ്റാട്ടുകര റോഡിലെ കോഴിത്തോട്ടത്തിൽ വീണ്ടും സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ. പാവറട്ടി പഞ്ചായത്ത് 4ാം വാർഡിൽ ഒരാഴ്ച മുമ്പ് മാലിന്യം തള്ളിയ അതേ സ്ഥലത്താണ് വീണ്ടും മാലിന്യം നിക്ഷേപിച്ചത്. ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യമായ പുത്തൻപേടിക കാരുണ്യയുടെ ഈ വർഷത്തെ രോഗി ബന്ധു സംഗമം നടന്നു. CC മുകുന്ദൻ MLA മുഖ്യാതിഥിയായിരുന്നു. വിജയ് ദിവസ് ആചരണത്തിന്റെ ഭാഗമായി പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ NCC കേഡറ്റുകളുടെ പരേഡ് സംഘടിപ്പിച്ചു.
സൈനിക സംഗമം കേണൽ CK ബാബു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ശ്രീ കേരളോർമ്മ കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മുക്ത കലാലയമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള ഒന്നാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ കോളേജ് ക്യാമ്പസിൽ നടന്നു. കോളേജ് യൂണിയൻ, നാഷണൽ സർവീസ് സൊസൈറ്റി, NCC, തൃശൂർ കോർപ്പറേഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്രത്തിൽ ഈ മാസം 31-ന് ആഘോഷിക്കുന്ന തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി ഭഗിനി മണ്ഡൽ പ്രവർത്തക മണി രാമൻകുട്ടിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. മണലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കപ്പകൃഷി വിളവെടുപ്പ് നടത്തി. നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. നിയുക്ത പഞ്ചായത്ത് അംഗം സുഖില മോഹനൻ അധ്യക്ഷത വഹിച്ചു. തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈന്റെ 1-ാം ചരമവാർഷികം സാഹിത്യ അക്കാദമിയിൽ ആചരിച്ചു. വീണ വിദ്വാൻ A. അനന്തപത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ MG റോഡിൽ ഫുട്പാത്തും റോഡും കയ്യേറി രേഖകളില്ലാത്ത മുച്ചക്ര വാഹനങ്ങളിൽ പഴവർഗ്ഗങ്ങൾ കച്ചവടം ചെയ്തു വന്നിരുന്ന 3 വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. രേഖകളില്ലാത്ത വാഹനങ്ങളിൽ കച്ചവടം നടത്തിയതിന് 3 വാഹന ഉടമകളിൽ നിന്നായി 12,750 രൂപ പിഴ ചുമത്തി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA അനിൽ അക്കര മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഫ്ളാറ്റിന്റെ നിർമ്മാണം സർക്കാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കാര്യം കത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.